നമസ്കാരം, സതീഷ് കോഴിക്കോടാണ്. ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു പുതിയ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പുതിയെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 06071 കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്കുള്ള ഒരു അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യൽ. അപ്പോൾ ഏകദേശം കുറേ ആൾക്കാർക്ക് ഈ ട്രെയിനെ പറ്റി അറിയാം. പക്ഷേ ഈ ട്രെയിന് മംഗലാപുരത്ത് നിന്ന് രാവിലെ 5:15 16610 എന്നുള്ള നമ്പറിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മംഗലാപുരം ടു കോഴിക്കോട് ഏകദേശം എല്ലാ പാസഞ്ചർ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളും നിർത്തിയിട്ടാണ് വരുന്നത്. ഈ ട്രെയിൻ തന്നെയാണ് പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മുടെ എക്സ്പ്രസ് സ്പെഷ്യലായിട്ട് കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് ഓടുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ആർക്കും വലിയ പരിചയമല്ല തോന്നുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ കൊയിലാണ്ടിയിൽ നിന്നോ അല്ലെങ്കിൽ വടകരയിൽ നിന്നോ പയ്യോളിയും തെക്കോടിയിൽ നിന്നോ ഒക്കെ നേരിട്ട് പാലക്കാട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ അൺറിസർവ്ഡ് സ്പെഷ്യൽ ട്രെയിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാ വെച്ചാൽ അത് 16610 എന്നുള്ള ട്രെയിനായിട്ട് മംഗലാപുരത്ത് നിന്ന് രാവിലെ 5:15 തുടങ്ങും. എന്നിട്ടത് ഈ പാസഞ്ചർ നിർത്തുന്ന ഏകദേശം എല്ലാ സ്റ്റോപ്പിലും നിർത്തി 10 മണിക്ക് കോഴിക്കോട് എത്തും. പിന്നെ 10:10 കോഴിക്കോട് നിന്ന് എക്സ്പ്രസ് സ്പെഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം സ്റ്റോപ്പൊന്നും ഇല്ലാണ്ട്, അതായത് ഹോൾട്ട് സ്റ്റേഷൻസിലൊന്നും നിർത്തില്ല. പിന്നെ 2 സ്റ്റോപ്പും കൂടി ഒഴിവാക്കിയിട്ടുണ്ട്. 12:45 1 മണിയാകുമ്പോഴേക്കും പാലക്കാട് എത്തും. അപ്പോൾ ഇതിന് 18 അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത് കാരണം തിരക്കൊന്നും ഉണ്ടാവില്ല. സുഖമായിട്ടിരുന്ന് പോവാം. നമ്മളെ ചെന്നൈ എഗ്മോറിലൊക്കെ പാലക്കാട് പോകുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ഈ ട്രെയിനിൽ ഇരുന്നിട്ട് പോവാം, തിരക്കൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്.